നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന രാഷ്ട്രം, പ്രവാസികൾ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരിടം. ലോകത്തിനു മുന്നിൽ അത്ഭുതമായി തീർന്ന ബുർജ് ഖലീഫ പറഞ്ഞു വന്നാൽ തീരാത്ത സവിശേഷതകളാണ് UAEക്കുള്ളത്. അതിനു പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഏവരെയും നെഞ്ചോട് ചേർത്ത ആ നേതാവ് ഒന്നടങ്കം പറയും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ 15ാമത് സ്ഥാനാരോഹണ ദിനം കൂടിയാകുന്നു ഇന്ന്. ഈ സുദിനത്തിൽ അദ്ദേഹം ട്വിറ്ററിൽ പൊതുജനങ്ങൾക്കായി കുറിച്ച ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ ഇങ്ങനെയാകുന്നു. തന്റെ സഹോദരൻ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കാനാണ് താൻ ശ്രമിക്കുന്നത്. UAEയിലെ ജനങ്ങളെ സേവിക്കുന്നതിന് കഴിവിന്റെ പരമാവധി ഞാൻ പ്രയത്നിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചു. പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും ആയിരക്കണക്കിന് ടീമുകളുമായി ചേർന്ന് പ്രവർത്തിച്ചു. UAE പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാകാൻ എല്ലാവരും ഒത്തൊരുമയോടെ പ്രയത്നിച്ചു. സർക്കാർ മികച്ച ആസൂത്രണങ്ങൾ നടത്തി. 50 പുതിയ നിയമങ്ങളിലൂടെ നീതിന്യായ വ്യവസ്ഥയിലും വൻതോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. 500 സർക്കാർ സേവനങ്ങൾ സ്മാർട്ടായി. ദേശീയ ബജറ്റ് ഇരട്ടിയാക്കി. 130%. ലോക സൂചികയിൽ UAE ഏറ്റവും മികച്ചതാക്കി. UAE പാസ്പോർട്ട് ലോകത്തെ ഏറ്റവും ശക്തമുള്ളതായി. UAEയിൽ താമസിക്കുന്ന 95% പേർക്കും സുരക്ഷയുടെ കാര്യത്തിൽ സംശയങ്ങൾ ഒന്നും തന്നെയില്ല. UAE സാമ്പത്തിക രംഗം അറബ് ലോകത്ത് 2ാമതാണ്. ഗൾഫിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ UAE മുന്നിട്ട് തന്നെ നിൽക്കുന്നു. ഭവന നിർമ്മാണത്തിന് 40 ബില്യൺ, വിദ്യാഭ്യാസത്തിന് 140 ബില്യൺ, സാമൂഹിക വികസനത്തിന് 94 ബില്യൺ, ആരോഗ്യ പ്രതിരോധ നടപടികൾക്ക് 50 ബില്യൺ ദിർഹം വകവച്ചതായും അദ്ദേഹം വിശദമാക്കി. തന്റെ സഹോദരൻ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദിന്റെ വിയോഗത്തെ തുടർന്ന് 2006 ജനുവരി 4-നാണ് ഷെയ്ഖ് മുഹമ്മദ് ദുബായ് ഭരണാധികാരിയായത്. തുടർന്ന് അദ്ദേഹത്തെ UAE വൈസ് പ്രസിഡന്റായി UAE സുപ്രീം കൗൺസിൽ തെരഞ്ഞെടുക്കുകയും ഷെയ്ഖ് ഖലീഫ ഇത് അംഗീകരിക്കുകയും പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യുകയുമായിരുന്നു. അബുദാബി അൽബത്തീൻ കൊട്ടാരത്തിൽ ഷെയ്ഖ് ഖലീഫയുടെ മുന്നിൽ ഫെബ്രുവരി 11-ന് ഷെയ്ഖ് മുഹമ്മദും മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.